നമസ്കാരം. ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിക്കും കപ്പയ്ക്കും പുട്ടിനുമൊപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന തേങ്ങ അരച്ച നൊത്തോലി മീൻ കറിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഷീജ. വെൽക്കം ടു മൈ വീഡിയോ. മീൻ കറി തയ്യാറാക്കാനായി 1/2 കിലോ നൊത്തോലി മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീൻ കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 1/4 ടേബിൾ സ്പൂൺ ജീരകം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞ ഇവ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും എടുത്തു വച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് 2 കഷ്ണം ഉള്ളി മുറിച്ചത്, കറിവേപ്പില, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്തത് പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. ഞാനിവിടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാക്കാനായി വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 5 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. തീ ചെറിയ തീയിൽ വെച്ചിരിക്കണം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അല്പനേരം കൂടെ ഒന്ന് ഇതാകാനുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ കൂടെ കഴുകി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് യോജിപ്പിച്ച് അരപ്പ് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നൊത്തോലി മീനിന് അധികം വെള്ളം ആവശ്യമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നൊത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കണം. മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കണം. മീൻ കറി ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പനേരം കൂടെ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. മീനിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വിറകടുപ്പിൽ വയ്ക്കുന്നതാണ് വളരെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൊത്തോലി മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഈ നൊത്തോലി മീൻ കറി നിങ്ങളും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പ്ലീസ് ലൈക്ക് ആൻഡ് share, support. Thank you.